നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീഷണി ഉയരുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശാന്തതയിലേക്ക് നീങ്ങുന്നതായി തോന്നിയിരുന്ന സാഹചര്യം ഇപ്പോൾ വീണ്ടും അപകടകരമായ വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം, ബെയ്റൂട്ടിൽ ഇസ്രയേൽ വ്യോമാക്രമണം, അതിന് പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പ്, അമേരിക്കയുടെ ഇടപെടൽ, ഇതെല്ലാം ചേർന്നപ്പോൾ ലോകം വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യം ഉയരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശത്രുക്കൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇസ്രയേലിനെ ലക്ഷ്യമിടുന്ന ഏതൊരു ശക്തിയെയും നേരിടാൻ രാജ്യം തയ്യാറാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ പ്രസ്താവനകൾ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് മുന്നറിയിപ്പായി കാണപ്പെടുമ്പോൾ മേഖലയിൽ പുതിയ ഏറ്റുമുട്ടലുകൾക്ക് വഴിയൊരുങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഗൾഫ് മേഖലയിലും ചെങ്കടൽ മേഖലയിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാണ്. വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ വിന്യാസം വർദ്ധിപ്പിക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഹൂതികളുടെ ആക്രമണ സാധ്യത കുറയ്ക്കാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അമേരിക്കയുടെ ഓരോ നീക്കവും മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാൻ യുദ്ധം 4ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ലോകവ്യാപാരത്തിന്റെ പ്രധാന പാതയായ ചെങ്കടൽ വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രമാകുകയാണ്. പശ്ചിമേഷ്യയെ കൂടുതൽ യുദ്ധഭീതിയിലാഴ്ത്തി ഇസ്രയേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യമനിലെ ഹൂതി സായുധ സംഘം. ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ഇസ്രയേലിന്റെ എല്ലാത്തരം സമുദ്രയാത്രകൾക്കും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നു എന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഹൂതികൾ വ്യക്തമാക്കി. മേഖലയിലെ താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളെയും സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായി തകിടം മറിക്കുന്നതാണ് ഈ പ്രഖ്യാപനം. ഹൂതികളുടെ പ്രഖ്യാപനം എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമുള്ള പൊതുവായ നിരോധനമല്ലെങ്കിൽ പോലും കപ്പലുടമകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മാരിടൈം ഇന്റലിജൻസ് ഏജൻസിയായ വാൻഗാർഡ് ടെക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. 2023 ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഇസ്രയേലിൻ്റേതല്ലാത്ത പല കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാവുകയും ചെങ്കടൽ വഴിയുള്ള ആഗോള ഗതാഗതം പൂർണ്ണമായി തകരുകയും ചെയ്തിരുന്നു. ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണി വർദ്ധിച്ചാൽ ആഗോള വ്യാപാരത്തെയും എണ്ണവിലയെയും അത് സാരമായി തന്നെ ബാധിക്കാം. അതുകൊണ്ടാണ് അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഈ മേഖലയെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത്. ഹൂതികൾക്ക് പിന്നിൽ ഇറാന്റെ പിന്തുണയുണ്ടെന്ന ആരോപണം പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇറാൻ അത് നിഷേധിക്കുകയാണ്. ഗൾഫ് മേഖലയിലും ചെങ്കടൽ മേഖലയിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവം തന്നെയാണ്. വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ വിന്യാസം വർദ്ധിപ്പിക്കാം എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഹൂതികളുടെ ആക്രമണ സാധ്യത കുറയ്ക്കാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അമേരിക്കയുടെ ഓരോ നീക്കവും മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നു. ഇറാനുമേലുള്ള ആക്രമണം അവസാനിപ്പിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അദ്ദേഹം ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടുമില്ല. ഇറാനും ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ നിർത്തിവെച്ചുവെങ്കിലും തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാനെതിരെ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇറാൻ പിന്നോട്ടില്ലെന്നാണ് അവകാശപ്പെടുന്നത്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾ ഇപ്പോഴും സജീവമാണെന്നും ഏത് ആക്രമണത്തിനും ശക്തമായ മറുപടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഇറാന്റെ ശേഷി കുറയുന്നുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ഥിതി അത്ര ലളിതമല്ലെന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രയേൽ ലെബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് ഉയർന്നു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുകയും പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു. മേഖലയിൽ ഇതിനകം തന്നെ നിരവധി യുദ്ധങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്നതിനാൽ പുതിയൊരു പ്രാദേശിക യുദ്ധം ആരംഭിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തെയും സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കുമെന്ന് ലോകശക്തികൾ ആശങ്കപ്പെടുന്നു. ഇറാനുമായി ഒരു നയതന്ത്ര കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളായി
ട്രംപ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇസ്രയേൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ ഇറാനുമായി നടക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് കരുതുന്നു. അതിനാൽ കൂടുതൽ പ്രതികാര നടപടികൾ ഒഴിവാക്കാൻ അദ്ദേഹം നെതന്യാഹുവിനെ ആവർത്തിച്ച് ഉപദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ആശങ്കകൾക്കിടയിലും ഇസ്രയേൽ തന്റെ സുരക്ഷാ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനകളാണ് നൽകിയത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ദേശീയ സുരക്ഷയുടെ ആവശ്യകതയാണെന്നും ശക്തമായ പ്രതികരണമില്ലെങ്കിൽ അത് ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുമെന്നും നെതന്യാഹു അമേരിക്കയെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ഇറാനിലെ ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ പരിമിതമായ ആക്രമണങ്ങൾ നടത്തിയതായും പിന്നീട് ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ അമേരിക്ക അതീവ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിച്ചത്. അമേരിക്കൻ സൈന്യം നേരിട്ട് ആക്രമണങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വന്ന മിസൈലുകളെ തടയുന്നതിൽ സഹായം നൽകിയതായി അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത അമേരിക്ക തുടരുമ്പോഴും യുദ്ധം വ്യാപിപ്പിക്കുന്ന നടപടികളെ അവർ പിന്തുണയ്ക്കാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. സംഘർഷം കൂടുതൽ രൂക്ഷമാകും എന്ന ആശങ്ക ഉയർന്നതോടെ ട്രംപ് വീണ്ടും നേരിട്ട് ഇടപെട്ടു. ഇറാനെതിരെ കൂടുതൽ വലിയ ആക്രമണ തരംഗങ്ങൾ നടത്താനുള്ള പദ്ധതികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം നെതന്യാഹുവുമായി സംസാരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒടുവിൽ ഇറാൻ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ താനും ആക്രമണം നിർത്തിവെക്കാമെന്ന് നെതന്യാഹു സമ്മതിച്ചതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതോടെ ഉടനടി യുദ്ധഭീഷണി കുറയുകയും മേഖലയിൽ താൽക്കാലിക ശാന്തത നിലനിൽക്കുകയും ചെയ്തു. അതേസമയം ഇസ്രയേലിന്റെ നടപടികളെ ന്യായീകരിച്ചുകൊണ്ടാണ് നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിൽ ഇസ്രയേൽ നിർണായക വിജയം നേടിയിട്ടുണ്ടെന്നും ഹിസ്ബുള്ളയെയും ഇറാനെയും കഴിഞ്ഞ ഒരു വർഷത്തെ സൈനിക നടപടികളിലൂടെ ഗണ്യമായി ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏതൊരു ശക്തിയെയും നേരിടാൻ രാജ്യം തയ്യാറാണെന്നും ഇറാൻ ഒരിക്കലും ആണവായുധ ശക്തിയായി മാറാൻ അനുവദിക്കില്ലെന്നും നെതന്യാഹു ആവർത്തിച്ചു. ഹിസ്ബുള്ളയെ സംബന്ധിച്ചും നെതന്യാഹു ശക്തമായ അവകാശവാദങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. വടക്കൻ ഇസ്രയേലിനെതിരെ വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നുവെന്നും ഇസ്രയേൽ മുൻകൂട്ടി അത് തകർത്തുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. സംഘടനയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതായും നേതൃനിരയ്ക്ക് വലിയ തിരിച്ചടി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഇറാനും ഹിസ്ബുള്ളയും മുമ്പ് എങ്ങുമില്ലാത്ത വിധം ദുർബലമായിരിക്കുകയാണെന്ന് ഇസ്രയേൽ കൂടുതൽ ശക്തമായ നിലയിലാണെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. എന്നിരുന്നാലും ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം അമേരിക്കയും ഇസ്രയേലും തമ്മിൽ രൂപപ്പെടുന്ന പുതിയ സമീപന വ്യത്യാസങ്ങളാണ്. ഇറാനുമായി ഒരു നയതന്ത്ര പരിഹാരം സാധ്യമാണെന്ന് ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുമ്പോൾ ശക്തിപ്രകടനവും സൈനിക സമ്മർദ്ദവുമാണ് ഇറാനെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുമോ എന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഒരു തെറ്റായ നീക്കം പോലും മേഖലയിൽ വലിയ യുദ്ധത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ട്രംപിന്റെ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ പരാമർശമല്ല, മറിച്ച് അമേരിക്കൻ വിദേശ നയത്തിന്റെ പുതിയ മുൻഗണനകളുടെ സൂചന കൂടിയാണ്. യുദ്ധത്തിലൂടെയല്ല, നയതന്ത്രത്തിലൂടെയാണ് പ്രശ്നപരിഹാരം സാധ്യമാകുക എന്ന സന്ദേശമാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ആ സന്ദേശം ഇസ്രയേൽ എത്രത്തോളം അംഗീകരിക്കും എന്നതാണ് പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ചോദ്യം. മലയാളി വാർത്ത ഇൻസൈഡ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.